Good morning. Okay. പേരായി 18 പേരായി അല്ലേ? ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ ഉണ്ട്. അപ്പോ നമ്മള് ഫസ്റ്റ് മൊഡ്യൂളില് നമുക്ക് എല്ലാ ചാപ്റ്ററും കഴിഞ്ഞു കേട്ടോ. ഞാൻ എടുക്കുന്ന എല്ലാ ചാപ്റ്ററും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളില് നമ്മള് ചാപ്റ്റർ 5 അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSSD. ഒന്ന് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ കേട്ടോ ആരെങ്കിലും. ടെക്സ്റ്റില് പേജ് എത്രയാണെന്നൊന്ന് നോട്ട് ചെയ്ത്. ഓക്കെ, 30 കേട്ടോ, 30. 30ാമത്തെ പേജ് ആണ്, പേജ് നമ്പർ 30. ഓക്കെ, അപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഹോസ്പിറ്റൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിച്ചില്ലേ CSSD എന്ന് പറഞ്ഞ അല്ലെ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലൂടെ പോയില്ലേ? ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമിന് അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. CSSD റൈറ്റ്, എക്സ്പാൻഡ് അല്ലെ എക്സ്പാൻഡഡ് ഫോം CSSD, എക്സ്പാൻഡ് CSSD അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ എന്താണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കാം? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇതെന്താണ്? ഒരു ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ത് ചെയ്യുന്നതാണ്? എന്താ ചെയ്യുന്നേ? CSSD എന്താ ചെയ്യുന്നേ? ഡിപ്പാർട്ട്മെന്റില് എന്ത് ചെയ്യുന്നേ? എന്ത് ചെയ്യുന്നു എന്നാ പഠിച്ചത്? ജസ്റ്റ് ഒരു ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മള് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റില് അല്ലെ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിച്ചിട്ടില്ലേ? CSSD എന്താ ചെയ്യുന്ന? CSSD ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നേ? എന്താ എന്താണ്? രാവിലെ തന്നെ ഒരു ഉഷാറില്ലാതിരിക്കുന്ന ഒരു എനർജി ഇല്ലേ ആർക്കും? എന്താണ് CSSD ഡിപ്പാർട്ട്മെന്റ് അവിടെ എന്താ ചെയ്യുന്നേ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ എന്താ ചെയ്യുന്നത്? സ്റ്റെറിലൈസ് ചെയ്യുന്നു അല്ലെ? വെരി ഗുഡ്. എക്യുപ്മെന്റ്സ് ഒക്കെ എന്താ മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഇത് എന്തിനാ ചെയ്യുന്നത്? പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഒന്നും ആവാതിരിക്കാൻ വേണ്ടി, പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. അപ്പൊ ആ പേരേക്കും പറയാലോ അല്ലെ? എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യുകയാണ്. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് കേട്ടോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? എക്യുപ്മെന്റ്സുകള് സ്റ്റെറിലൈസ് ചെയ്ത് എന്ന് വെച്ചാൽ എന്താ? അണുവിമുക്തമാക്കി അല്ലെ? അണുവിമുക്തമാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD. ക്ലിയർ ആയോ? എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേറെ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കിയേ. From an infection control view, it is necessary to make sure that proper disinfection of surgical equipment is done. അല്ലെ? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമുക്ക് എന്താണ്? it is necessary, അത്യാവശ്യമാണ്. എന്ത് ചെയ്യുന്ന? to make sure that the proper disinfection എന്ന് പറഞ്ഞാൽ അണുനശീകരണം നടത്തേണ്ടത്. സർജിക്കൽ എക്യുപ്മെന്റ് പ്രോപ്പർ ആയിട്ട് അണുനശീകരണം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് അത്യാവശ്യമാണ്. എന്താണ്? നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സിൽ സ്റ്റെറിലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ നടത്തണം എന്ന് പറയാൻ കാര്യം എന്താ? അല്ലെങ്കിൽ എന്താ? ആ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് വേറെ ഒരാൾക്ക് സർജറി ചെയ്തു അല്ലെ? അപ്പൊ അവിടെ ചെറിയ ബോഡി ഫ്ലൂയിഡോ ബ്ലഡിന്റെ അംശമൊക്കെ ആ എക്യുപ്മെന്റിൽ ഉണ്ടായിരിക്കും. അത് വെറുതെ ഒന്ന് കഴുകി കളഞ്ഞാൽ ചിലപ്പോ അതിലെ ബാക്ടീരിയ അങ്ങനെ പോലുള്ള ഇൻഫെക്ഷൻസ് ആ ഏജൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെ വെറുതെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ പോകണമെന്നില്ല. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാതെ ആ എക്യുപ്മെന്റ് തന്നെ വേറെ ആൾക്ക് സർജറി ചെയ്യാൻ ഉപയോഗിക്കുമ്പോഴോ എന്ത് പറ്റുന്നു? ആ എക്യുപ്മെന്റ്സ്
ഇൻസ്ട്രുമെന്റ്സിൽ എന്തുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെ. അതെന്ത് ചെയ്യുന്നു, ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് വന്നിട്ട് അയാൾക്കും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അതാണ് നമ്മൾ എന്താണ് നമ്മൾ എടുക്കുന്ന എക്യുപ്മെന്റ്സ് തന്നെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയാ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എന്താ പറഞ്ഞേക്കുന്നേ, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമ്മള് എക്യുപ്മെന്റ്, സർജിക്കൽ എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് അണുനശീകരണം നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. If the instruments are microbially tainted, tainted എന്ന് പറഞ്ഞാൽ contaminated എന്നുള്ളതാട്ടോ മീനിങ്, മലിനമാകുക. tainted, contaminated. നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്ത് പറ്റും, this leads to an increased likelihood of contamination and later infection of the surgical wound. full stop ഉണ്ട് ട്ടോ അവിടെ. അപ്പൊ നമ്മൾ എടുക്കുന്ന ആ ഇൻസ്ട്രുമെന്റ്സ് മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്ത് പറ്റുന്നു, ആ മലിനീകരണ സാധ്യത വർദ്ധിക്കുന്നു അല്ലെ. This leads to an increased likelihood of contamination. ആ മലിനീകരണ സാധ്യത വർദ്ധിപ്പിക്കുകയും and later പിന്നീട് അത് എന്താവും, ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ wound. ആ സർജിക്കൽ wound, ആ മുറിവിൽ കൂടെ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുമുണ്ട് അല്ലെ. അപ്പൊ വീണ്ടും എന്താ, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ സർജറി ചെയ്യാണ്, കട്ട് ചെയ്ത് വെച്ചേക്കുവാണല്ലേ. അപ്പൊ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സിൽ തന്നെ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാവുമെങ്കിൽ, അല്ലെങ്കിൽ അതിന് മൈക്രോബ്സ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ആ വൂണ്ടിൽ കൂടെ എന്ത് പറ്റും, ആ ഇൻഫെക്ഷൻ അയാളുടെ ബോഡിയിലേക്ക് വരുമല്ലേ. ആ എക്യുപ്മെന്റ്സിൽ നിന്നുള്ള ഇൻഫെക്ഷൻ അയാളുടെ ബോഡിയിലേക്ക് കയറും, അയാൾക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ മൈക്രോബിയലി ടേഞ്ച്ഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അത് പിന്നീട് സർജിക്കൽ വൂണ്ടിൽ കൂടെയുള്ള ഇൻഫെക്ഷന് സാധ്യത കൂട്ടുകയും, ഇൻഫെക്ഷന് സാധ്യത ഉണ്ടാകുകയും പിന്നീട് അത് മലിനീകരണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. As a result, അതിന്റെ ഫലമായിട്ട് എന്താ, appropriate sterilization of surgical equipment is suggested as one of the basic and accepted measure against surgical site infection. എന്താ പറഞ്ഞേക്കുന്നേ, അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, as a result, appropriate sterilization of surgical equipment is suggested. സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ സ്റ്റെറിലൈസേഷൻ, അനുയോജ്യമായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ സജസ്റ്റ് ചെയ്തു. അതെന്താ, as one of the basic and accepted measure against surgical site infection. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അതിനെതിരായിട്ടുള്ള അടിസ്ഥാനവും അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായി എന്ത് കൺസിഡർ ചെയ്തു, സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ സജസ്റ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മള് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമ്മൾ എന്ത് ഉറപ്പുവരുത്തണം, സർജിക്കൽ എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ അണുനശീകരണം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഒന്നാമത്തെ സെന്റൻസിൽ പറയുന്നത്. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലെ പ്രോപ്പർ ആയിട്ട് അണുനശീകരണം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് ആണെങ്കിലോ, മലിനമാണെങ്കിലോ എന്ത് പറ്റുന്നു, പിന്നീട് സർജിക്കൽ വൂണ്ടിൽ കൂടെ ഇൻഫെക്ഷന്റെ സാധ്യത അവിടെ വർദ്ധിപ്പിക്കുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സജസ്റ്റ് ചെയ്തു, എന്താ സജസ്റ്റ് ചെയ്തേ, as a result the appropriate sterilization of surgical instrument അല്ലെ ഈ സജസ്റ്റഡ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അപ്രോപ്രിയേറ്റ് അനുയോജ്യമായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ സജസ്റ്റ് ചെയ്തു. അതെന്തായിട്ടാണ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെ അതിന് എതിരായിട്ട് എന്താണ്, അക്സെപ്റ്റഡ് മെഷേഴ്സ് എഗണസ്റ്റ്, കണ്ടോ, എതിരായിട്ട് ഏതിന്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ട് ഒരു അടിസ്ഥാനവും അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായി ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റെറിലൈസേഷൻ സജസ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ നമ്മുടെ SSI എന്നുള്ളത് കണ്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ, അവിടെ വേണമെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ.
SSI, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അപ്പൊ ആ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ട് സർജിക്കൽ സൈറ്റ് എന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ട് ഒരു അടിസ്ഥാനവും അംഗീകൃതവുമായിട്ടുള്ള നടപടികളിൽ ഒന്നായി എന്ത് സജസ്റ്റ് ചെയ്തു? സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അനുയോജ്യമായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ. അത് സജസ്റ്റ് ചെയ്തു. അവിടെ അപ്പോ നമ്മുടെ CSSD എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യണം. പിന്നെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SSI എന്നുള്ളതിന്റെ എന്തിന്റെ സേഫ് ആണെന്ന് പറഞ്ഞേക്കണേ? എന്താ ചോദിച്ചത്? അത് ലാസ്റ്റത്തെ സെന്റൻസ് ആണോ പറഞ്ഞത്? അതിന്റെ ഫലമായിട്ട് എന്ത്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ട്, അത് വരാതിരിക്കാൻ വേണ്ടി സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ട് ഒരു അടിസ്ഥാനവും അംഗീകൃതവുമായ നടപടികളിൽ ഒന്നായി എന്ത് സജസ്റ്റ് ചെയ്തു? ഏതാ സജസ്റ്റ് ചെയ്തത്? സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റെറിലൈസേഷൻ. കണ്ടോ? സർജിക്കൽ സേഫ് എന്നല്ല കേട്ടോ, സർജിക്കൽ സൈറ്റ് എന്നാട്ടോ. അതാണ് ചോദിച്ചത്. സൈറ്റ് എന്നാട്ടോ, SIT, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ എന്നാട്ടോ, SURGICAL, സർജിക്കൽ സൈറ്റ് SITE ഇൻഫെക്ഷൻ. സേഫ് അല്ല കേട്ടോ, സൈറ്റ് ആണ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഞാനിവിടെ ഷെയർ ചെയ്തേക്കണേ, നോക്കിയേ, കറക്റ്റ് ആണ് എടുക്കണേ കേട്ടോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഇനി എന്താണ് CSSD? നമ്മൾ പറഞ്ഞല്ലോ എന്താണ് CSSD എന്നാ പറഞ്ഞത്. CSSD ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് റിസീവ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യും, അല്ലെ? സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു? ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അല്ലെ? ഏത് യൂസർ ഡിപ്പാർട്ട്മെന്റ്, അത് ആ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ എന്തിനാ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. CSSD എന്താണ്? The CSSD consists of those services within a hospital. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു സർവീസ് തന്നെയാണ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു സർവീസ് ആണ്. which accept stores, അല്ലെ? റിസീവ് എന്ത് ചെയ്യുന്നു? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് റിസീവ് ചെയ്യുന്നു, അവരത് സ്വീകരിക്കുന്നു. എന്നിട്ട് എന്ത് നടത്തുന്നു? പ്രോസസ്, ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് കൺട്രോൾ പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ ഫ്രം ഓൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്നിട്ട് പ്രോപ്പർ ആയിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്തിട്ട്, അല്ലെ? സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ, സ്റ്റെറിലൈസ് ചെയ്തതും വെറുതെ ക്ലീൻ ചെയ്തതാണെങ്കിൽ അങ്ങനെ, അതാണ് നോൺ സ്റ്റെറൈൽ എന്ന് പറയുന്നത്. അപ്പോ സ്റ്റെറിലൈസ് ചെയ്തതും നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? പല ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? അവരത് സപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫോർ ദ കെയർ ആൻഡ്, എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? സ്റ്റെറിലൈസ് ചെയ്യുന്ന എന്തിനാണ്? ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിന്റെ കെയർ, നല്ലൊരു കെയറിന് വേണ്ടി, പരിചരണത്തിനും അവരുടെ സേഫ്റ്റിക്കും വേണ്ടിയാണ് ഇങ്ങനെ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് CSSD. അപ്പൊ ഇത്ര ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. CSSD എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ത് ചെയ്യുന്നു? അത് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കളക്ട് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയില്ലേ? സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? CSSD. അത് പ്രത്യേകം വേണ്ടല്ലോ, എന്നിട്ട് നമ്മുടെ ഇതിനകത്തുണ്ട് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ? സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് CSSD. ക്ലിയർ ആയോ എന്താന്നുള്ളത്? CSSD എന്താന്നുള്ളത് മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? യെസ്, ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ.
ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ റിസീവ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, അത് പ്രോപ്പർ ആയിട്ട് പല പ്രോസസ് ഉണ്ട് കേട്ടോ, പല ഏരിയാസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഒറ്റയടിക്കല്ല, പല പല സ്റ്റെപ്പുകൾ ഉണ്ട്. അതിൽ കൂടെ അവര് സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ സപ്ലൈ ചെയ്യുന്നു. ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻ, ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ്? CSSDയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യങ്ങള്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങള്. ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ്? ഓക്കെ, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. അപ്പൊ ആദ്യത്തെ ഫങ്ഷൻ എന്താ? CSSD എന്താ ചെയ്യുന്നത്? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ്. ഒബ്ജക്റ്റീവ്സ് ഫംഗ്ഷൻ ഇവിടെ ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് CSSD, അല്ലെങ്കിൽ ഫങ്ഷൻസ് included in the functions of CSSD. ആ 7 പോയിന്റും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിക്കാം. ഒന്നാമത്തെ എന്താണ് CSSDയുടെ ഫംഗ്ഷൻ? എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ നോക്കിയേ, ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? ടു കോൺട്രിബ്യൂട്ട്, സംഭാവന ചെയ്യുക. എന്തിനുള്ളതാണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറയ്ക്കാനുള്ള കോൺട്രിബ്യൂഷൻ, കുറയ്ക്കാനുള്ള സംഭാവന ചെയ്യുക എന്ന് എന്താ? അതായത് നമ്മളെല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അവിടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവോ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടാവോ? പിന്നെ ഉണ്ടാവോ? എല്ലാ എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുവാണെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഇൻസിഡന്റ്, ആ ഒരു സംഭവം ഉണ്ടാകോ? ഇല്ല. അപ്പൊ എന്താണ് അടുത്ത ഫംഗ്ഷൻ? ഈ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു സംഭവത്തെ കുറയ്ക്കാനുള്ള സംഭാവന നടത്തുന്നു, സംഭാവന ചെയ്യുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ ആട്ടോ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതിനെ കുറയ്ക്കാൻ, അല്ലെ? സ്റ്റെറിലൈസ് ചെയ്ത ഇൻഫെക്ഷൻ കുറയൂല്ലേ? അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കുറയും അല്ലേ? അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കുറയ്ക്കാനുള്ള കോൺട്രിബ്യൂഷൻ, സംഭാവന നൽകുന്നു. ക്ലിയർ ആയില്ലേ 2 പോയിന്റ്? പിന്നെ മൂന്നാമത്തെ നോക്കിയേ, ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. എക്സ്പെൻസീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസീവ്, ഭയങ്കര വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് അല്ലെ? ഭയങ്കര വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ എന്താ? ഇരട്ടിപ്പ്. ഡ്യൂപ്ലിക്കേഷൻ, ഇരട്ടിപ്പ് ഒഴിവാക്കാൻ പറ്റും. എന്താണ് വിലപിടിപ്പുള്ള എക്യുപ്മെന്റിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും എന്ന് പറഞ്ഞ എന്താ? അതായത് എന്താണ്, നമ്മള് എന്താ പറയാ, എടുക്കുന്ന എക്യുപ്മെന്റ്സുകൾ, ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച എക്യുപ്മെന്റ് അത് നമ്മള് എന്താ എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമുക്കത് എപ്പോഴും മേടിക്കാൻ പറ്റും? ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ മേടിച്ചു, ഒരു പേഷ്യന്റ് ഉപയോഗിച്ചു, ഇനി അത് അവിടെ മാറ്റി വെച്ചു. അടുത്ത പ്രാവശ്യം ആ എക്യുപ്മെന്റ് മേടിച്ചു, വേറെ പേഷ്യന്റ് ഉപയോഗിച്ചു, അവിടെ വെച്ചു. മൂന്നാമത്തത് മേടിച്ചു അല്ലെ? മൂന്നാമത് മേടിച്ചു, അതും ഉപയോഗിച്ചു. അങ്ങനെ അപ്പൊ കുറെ എക്യുപ്മെന്റ് ആയില്ലേ? അതിന്റെ ഇരട്ടിപ്പ് വന്നു. അപ്പൊ നമ്മൾ എന്താ, ഈ ഒരു എക്യുപ്മെന്റ് തന്നെ വീണ്ടും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് അത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടിപ്പ് ഒഴിവാക്കാൻ പാടില്ലേ? വീണ്ടും മേടിക്കേണ്ട ആവശ്യം വരും. അത് ഒരു പ്രാവശ്യം എടുക്കുന്ന എക്യുപ്മെന്റ് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് അടുത്ത പേഷ്യന്റ് ഉപയോഗിക്കും. അത് തന്നെ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് അടുത്ത പേഷ്യന്റ് ഉപയോഗിക്കും. അത് തന്നെ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് അടുത്ത പേഷ്യന്റ് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് കുറെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? അത് ഒരെണ്ണം വാങ്ങിച്ചാൽ പോരെ? ഇല്ലേ? അപ്പൊ അങ്ങനെ അത് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്, ഭയങ്കര വിലപിടിപ്പുള്ളതാ, എപ്പോഴും മേടിക്കാൻ പറ്റൂല നമുക്ക് അല്ലെ? അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ നോക്കി എല്ലാവരും? എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഇരട്ടിപ്പ് ഒഴിവാക്കാൻ പറ്റും. അതൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ലക്ഷ്യം, ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. ഇനി അടുത്ത് നോക്കി, ടു കീപ് ദ റെക്കോർഡ് ഓഫ് ദ എഫിഷ്യൻസി. എഫിഷ്യൻസി ഗുണം, അതിന്റെ കാര്യക്ഷമത ഓഫ് ദ ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്. കണ്ടോ, ക്ലീനിങ്ങിന്റെ ഡിസിൻഫെക്ഷൻ ആണ് നശീകരണം നടത്തുന്നത്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്, ഇതിന്റെയൊക്കെ ഗുണം, എഫിഷ്യൻസി കാണിക്കുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക.
സൂക്ഷിക്കുക. To keep records of the efficiency of cleaning, disinfection, sterilization process. ഇതിന്റെയൊക്കെ എന്താണ് ആ ഒരു എഫിഷ്യൻസി ഗുണം അല്ലെങ്കിൽ കാര്യക്ഷമത കാണിക്കുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. പിന്നെ അടുത്ത് നോക്കി അഞ്ചാമത്തെ ടു എക്സിബിറ്റ്. എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക. ആൻഡ് ഇമ്പോസ് ചുമത്തുക. എന്താ? കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ എന്താ? ഈ ഇൻഫെക്ഷൻ അതായത് മൈക്രോബ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കേട്ടോ. ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം. അതാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തോട്ടോ അവിടെ. ക്രോസ് ഇൻഫെക്ഷൻ എന്താ? ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ഹാർംഫുൾ ആയിട്ടുള്ള ദോഷകരമായിട്ടുള്ള മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യാൻ സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ? ക്രോസ് ഇൻഫെക്ഷൻ അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് എന്നുള്ള മീനിങ് ആട്ടോ. തടയുക. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങള് പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. നമ്മൾ നോക്കിയപ്പോ ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ is the transfer of cross infection is the transfer ചെയ്യാണ്, സ്പ്രെഡ് ചെയ്യാണ്, ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ ദോഷകരമായിട്ടുള്ള ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ക്ലിയർ ആയില്ലേ? കിട്ടിയില്ലേ? is the transfer of harmful microorganism. ദോഷകരമായിട്ടുള്ള സൂക്ഷ്മജീവികളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്? ഈ ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. എന്താണ് ക്രോസ് ഇൻഫെക്ഷൻ? അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് എന്നുള്ള മീനിങ്, തടയുക. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങള് പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. ആറാമത്തെ നോക്കിയേ, ടു മെയിൻറ്റെയിൻ ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വിവര പട്ടികകൾ കേട്ടോ. ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. ഇമ്പോസ് ചെയ്യാന്ന് വെച്ചാൽ ചുമത്തുക എന്നുള്ളത് കേട്ടോ. ചുമത്തുക. എക്സിബിറ്റ് എന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക. എന്താണ് ഈ ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ is the transfer of, ട്രാൻസ്ഫർ ചെയ്യാണ്, അത് സ്പ്രെഡ് ചെയ്യാണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ദോഷകരമായിട്ടുള്ള സൂക്ഷ്മജീവികളെ സ്പ്രെഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ. ഇനി ആറാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നേ? ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. എന്താണ്? സപ്ലൈകളുടെ, എക്യുപ്മെന്റ്സിന്റെ, ആ ഉപകരണങ്ങളുടെ ഒക്കെ ഇൻവെന്ററി, വിവര പട്ടിക. ഒന്ന് എഴുതി വെച്ചോ, ഇൻവെന്ററി വിവര പട്ടിക. എന്ത് ചെയ്യുക? സ്റ്റോക്ക് കേട്ടോ. സ്റ്റോക്ക് ഇൻവെന്ററി, സ്റ്റോക്ക് എന്നും പറയാം. സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അടുത്ത നോക്കിയ ഏഴാമത്തെ, ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റിനും സ്റ്റാഫിനും ഒരു സുരക്ഷിതമായ, ഒരു സേഫ് ആയിട്ടുള്ള അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക. പേടിക്കണ്ടല്ലോ അല്ലെ? പേഷ്യൻസിന് പേടിക്കേണ്ട ആവശ്യമില്ല. എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കൊടുക്കാൻ പറ്റൂലേ? അവർക്ക് പേടിക്കണ്ട അല്ലെ? ഇനി ഇൻഫെക്ഷൻ വരുമോ എന്നുള്ള പേടി വേണ്ട. എന്താ? എല്ലാ എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് അവരെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പേഷ്യന്റിന് നല്ല ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം, എൻവയോൺമെന്റ്, ഒരു പരിസ്ഥിതി അറേഞ്ച് ചെയ്യാനും പറ്റുന്നു. പേഷ്യന്റ് മാത്രമല്ല, സ്റ്റാഫിനും അതുണ്ട് കേട്ടോ. To arrange a safe environment for the patients and staff. സ്റ്റാഫിനും പേഷ്യന്റിനും സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ പരിസ്ഥിതി അറേഞ്ച് ചെയ്യുന്നു. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്. ഇതിന് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെന്ന് വെച്ചാൽ അറിയാലോ അല്ലെ? ഒന്നാമത്തേൽ എന്താ പറഞ്ഞേ? സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക.
പല ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്ന മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റിൽ എന്താ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു സംഭവത്തെ കുറയ്ക്കുന്നതിനുള്ള സംഭാവന ചെയ്യുക. പിന്നെ അടുത്തത് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക. പിന്നെ അടുത്തത് ഏതൊക്കെയാണ്, ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് എന്നിവയുടെ കാര്യക്ഷമത കാണിക്കുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. പിന്നെ ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങള് പ്രദർശിപ്പിക്കുകയും ഇമ്പോസ് ചുമത്തുകയും ചെയ്യുക. പിന്നെ സപ്ലൈകളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ വിവര പട്ടികകൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പേഷ്യന്റിനും സ്റ്റാഫിനും സുരക്ഷിതമായിട്ടുള്ള ഒരു പരിസ്ഥിതി അറേഞ്ച് ചെയ്യുക. ക്ലിയർ ആയോ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്? സെക്കൻഡ് പോയിന്റ് ഏതാണ്? To contribute a reduction in the incidence of hospital infection. Hospital എന്ന് വരുന്ന ഇൻഫെക്ഷൻ, അതായത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻ. നമ്മൾ പേഷ്യന്റ് വേറെ ഇൻഫെക്ഷൻ അല്ലാതെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, അപ്പൊ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന കിട്ടുന്ന ഇൻഫെക്ഷൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്കിന്നിന് ഇൻഫെക്ഷൻ വരാം അല്ലെ, സ്കിൻ ഇൻഫെക്ഷൻ ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ നമുക്ക് എന്താ പറയാ, എന്തെങ്കിലും മൈക്രോബ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ സ്കിന്നിനായിട്ട് ഇൻഫെക്ഷൻ വരാം. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന കിട്ടുന്ന ഇൻഫെക്ഷൻ, അതാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ ഇല്ലേ, ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, ഹോസ്പിറ്റലിൽ ഒരു ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ കുറയ്ക്കാനുള്ള സംഭാവന ചെയ്യുക. എല്ലാ എക്യുപ്മെന്റ്സും നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിലോ അവിടെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവോ? ഹോസ്പിറ്റലിൽ ഒരു ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതിനെ കുറയ്ക്കാനുള്ള സംഭാവന ചെയ്യുക. പിന്നെ അടുത്ത ഏതാ ചോദിച്ച ഫോർത്ത് പോയിന്റ് ആണോ? എന്താണ്? ക്ലീനിങ്. നമ്മള് അതാ പറഞ്ഞതിൽ പല സ്റ്റെപ്പുകൾ ഉണ്ട്. നമുക്ക് ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന പല സ്റ്റെപ്പുകൾ ഉണ്ട്. അത് അടുത്ത പേജിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ക്ലീനിങ്, അതെങ്ങനെയാണ് ക്ലീനിങ്, പിന്നെ അത് അണുനശീകരണം നടത്തുക, ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സ്റ്റെപ്പുകൾ ഉണ്ട്. അതിന്റെ നമുക്ക് ഏതൊക്കെയാണ് ഓരോ ഏരിയകള് അതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന്റെയൊക്കെ ഗുണമേന്മ കാണിക്കുന്ന, എഫിഷ്യൻസി, അതിന്റെയൊക്കെ കാര്യക്ഷമത കാണിക്കുന്ന റെക്കോർഡുകള് കീപ്പ് ചെയ്യുക. അപ്പൊ അതിനകത്ത് നോക്കി അറിയാൻ പറ്റും ക്ലീനിങ് എത്രത്തോളം ഇതാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിന്റെ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ എഫിഷ്യൻസി, ക്വാളിറ്റി, അതിന്റെ ഗുണമേന്മയൊക്കെ കാണിക്കുന്ന റെക്കോർഡ് കീപ്പ് ചെയ്യുക. എല്ലാ പോയിന്റ്സും ഓക്കെ അല്ലേ? നോക്കിയേ, 7 പോയിന്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാലോ. ഓക്കെ, എല്ലാവരും ഏകദേശം ഒരു ക്ലീനിങ് സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത് നോക്കിയേ, ഡിസൈനിങ് ഓഫ് എ CSST. എന്താണ് എഫിഷ്യൻസി, ഗുണം അല്ലെങ്കിൽ കാര്യക്ഷമത എന്നൊക്കെ പറയാം കേട്ടോ. എഫിഷ്യൻസി ആണ് അത്, എഫിഷ്യൻസി. ഇനി അടുത്ത നോക്കിയേ, ഡിസൈനിങ് ഓഫ് എ CSST. CSSTയുടെ ഡിസൈൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ്, ആ ഒരു സ്ട്രക്ചർ ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി നോക്കിയേ, CSST നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്, CSST എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. മിക്ക ഹോസ്പിറ്റലുകളും, പ്രത്യേകിച്ച് വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരൊരു റൂമൊക്കെ ആയിരിക്കും ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ അതിന്റെ സൈസ് നോക്കിയാൽ വലിപ്പം, location of the CSST. Size and location of the CSST differ according to the hospital management. അതാ പറയുന്നത്, ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അനുസരിച്ച് ബേസ് ചെയ്തിട്ട് ഈ CSSTയുടെ വലിപ്പവും ലൊക്കേഷനും വ്യത്യാസപ്പെടാം. ഇത്ര വലിപ്പം വേണമെന്ന ഒരു നിയമവും ഇല്ല അവിടെ. ഇപ്പൊ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിരിക്കും, വലുതായിരിക്കും.
ചെറിയ കുഞ്ഞു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താ പറയാ, ഇത് CSST എന്ന് പറഞ്ഞ ചെറിയൊരു സെക്ഷൻ ആയിരിക്കും ചിലപ്പോ, ഒരു റൂമിന്റെ ചിലപ്പോ ഒരു ഏരിയ ആയിട്ടായിരിക്കും ചിലപ്പോ അവര് ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത്രയും വലുതാവൂല. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് വലുപ്പവും ലൊക്കേഷനും വ്യത്യാസപ്പെടാം. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ ആ പോയിന്റ്. Size and the location of the CSST differ according to dash. എന്തനുസരിച്ചാ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച്. ഇപ്പൊ വലിയ മാനേജ്മെന്റ്, വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ വലിപ്പം വലുതായിരിക്കും, CSST വലിയതായിരിക്കും, വലിയ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? It should be located as near as possible to operation theatre of the accident and emergency department and wards. ഒന്ന് അണ്ടർലൈൻ ചെയ്യട്ടോ അതുകൂടി. It should be located. പക്ഷേ അപ്പൊ നമ്മുടെ സൈസും ലൊക്കേഷനും പറഞ്ഞു, അത് വ്യത്യാസപ്പെടാന്ന് പറഞ്ഞു. ഇന്ന സ്ഥലത്തായിരിക്കണം, അങ്ങനെ അതിന്റെ സൈസ് ഒക്കെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് വ്യത്യാസപ്പെടാം എന്നാണ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലൊക്കേറ്റഡ് ആസ് ഇങ്ങനെ ലൊക്കേഷൻ എവിടെയായിരിക്കും? ഏകദേശം നിയർ ആസ് പോസിബിൾ ടു ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത്, അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത്, ആൻഡ് വാർഡ്സ്. കണ്ടോ, ഇതിനോടൊക്കെ സാധ്യമായ രീതിയിൽ അടുത്തായിരിക്കണം. ഏതിനോടൊക്കെ അടുത്താണെന്ന് നോട്ട് ചെയ്തേ. ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. The CSST layout should be designed in a unidirectional flow. Underline ചെയ്തോട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട് അത്. The CSST layout എങ്ങനെയാ? should be designed in a unidirectional flow. എന്താ unidirectional എന്ന് പറഞ്ഞാ? യൂണിഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമാണ് ഫ്ലോ ഉള്ളൂ. യൂണിഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിലേക്ക് എന്ന് വെച്ചാൽ എന്താ? എന്താണ് യൂണിഡയറക്ഷൻ? അതായത് പല ഏരിയ CSSTയിലെ നമ്മൾ ഓരോന്ന് റിസീവ് ചെയ്യുന്ന മുതൽ ക്ലീനിങ് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന, അങ്ങനെ പല പല സെക്ഷനുകളുണ്ട്, പല ഏരിയകളുണ്ട്. അത് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSST എന്ന് പറഞ്ഞ് 2 പേജ് കഴിഞ്ഞ് പഠിക്കാണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ CSSTയുടെ ഫ്രണ്ട്, അതായത് റിസീവിങ് ഏരിയ, അത് കഴിഞ്ഞ് അടുത്ത ക്ലീനിങ്, അങ്ങനെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ കൊടുക്കുന്ന ഒരു വിൻഡോ ഉണ്ട്, ഒരു ഏരിയയിലേക്ക് മാത്രം, അതായത് കൊടുക്കുന്ന ഒരു വിൻഡോ ഉണ്ട്. അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം, ആ എക്യുപ്മെന്റ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് പിന്നെ അതിൽ കൂടെ നമുക്ക് കിട്ടൂല. ആ കൊടുക്കുന്ന വിൻഡോയിൽ കൂടിയല്ല തരുന്നത്. അതായത് നമ്മൾ അത് മേടിക്കാൻ, അവര് റിസീവ് ചെയ്യുന്നത് ഒരു വിൻഡോ, എന്നിട്ട് ആ ഡയറക്ഷൻ നേരെ അങ്ങോട്ട് പോയിട്ട് വേറെ സ്ഥലത്തായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. വേറെ വിൻഡോയിൽ കൂടി ആയിരിക്കും പുറത്തായിട്ട് വരുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്നിടത്തോടെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടൂല. അതാണ് യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. The CSST layout should be designed in a unidirectional flow. എങ്ങനെയാണ്? യൂണിഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രം ഫ്ലോ ഉള്ളൂ. അതായത് നമ്മൾ കൊടുക്കുന്ന ഏരിയ കൂടെ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ വീടിന്റെ ഡോറ്, നമ്മൾ കയറുന്ന ഡോർ ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വരാം, അല്ലെ? കയറുന്ന ഡോർ ഇവിടെ തന്നെ വേണമെങ്കിൽ തിരിച്ചു പോരാം. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ കൊടുക്കുന്ന ഡോറ്, ഒരു വിൻഡോ, അതിലൂടെ കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ ഓരോ ഏരിയകൾ കഴിഞ്ഞ്, ഓരോ സെക്ഷൻ കഴിഞ്ഞ് ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന അവിടെ നിന്ന് വേറെ കുറച്ച് ദൂരത്തിലായിരിക്കും, വേറെ സ്ഥലത്തിൽ കൂടിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് യൂണിഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതെന്താ ഉദ്ദേശിക്കണേന്ന്? അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി നോക്കിയേ, ഇൻ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്, ഇനി ഒന്നിലധികം നിലകളുള്ള ബിൽഡിംഗ് ആണെങ്കിലോ, the CSST may be formed in the lower floor right under the OT. എന്താണ്? ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ OT. ഓപ്പറേഷൻ തിയേറ്ററിന് എങ്ങനെയായിരിക്കും? റൈറ്റ് അണ്ടർ. എങ്ങനെയാ? ലോവർ. അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ, ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെയായിരിക്കും. മനസ്സിലായോ? അപ്പൊ മുകളിലാണെങ്കിലും CSST തൊട്ട് താഴെ, അതായത് എന്താ പറയാ, നേരെ. അപ്പൊ എന്തിനു വേണ്ടിയാ നോക്കിയേ? വേർ ദ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി സ്വിഫ്റ്റ് പോസിബിൾ
മൂവ്മെന്റ്സ് ഓഫ് മെറ്റീരിയൽസ്. അതായത് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് വേണം. അവിടെ ഉപയോഗിക്കുന്ന എല്ലാം നമ്മൾ എന്താ പറയാ സ്റ്റെറിലൈസേഷൻ ചെയ്തത് വേണ്ടേ, അണുവിമുക്തമായിട്ടുള്ളത് വേണ്ടേ. അപ്പൊ നേരെ CSSD നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ, ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ വേറെ ദൂരെയാണ്. ഇവിടെ നമ്മൾ CSSD നിൽക്കുന്നു, കുറെ സെക്ഷൻ ഒക്കെ തിരിഞ്ഞ് കുറെ വേറെ ബിൽഡിങ്ങിലാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, അവിടെ വരെ ഈ സാധനം കൊണ്ടുപോകണ്ടേ അല്ലെ? സ്റ്റെറിലൈസ് ചെയ്തത് കൊണ്ടുപോകണ്ടേ? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം എന്ന് പറഞ്ഞില്ലേ ലൊക്കേഷൻ. എന്തുകൊണ്ടാ? അപ്പൊ ഒന്നിലധികം ഈ ഒരു ബിൽഡിംഗ് ഉള്ളൂങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് തന്നെ വെക്കാം, CSSD വെക്കാൻ പറ്റും. ഇനി ഒന്നിലധികം നിലകളാണെങ്കിൽ എവിടെയായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിന്റെ താഴെ ആയിരിക്കണം. ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ ഓപ്പറേഷൻ തിയേറ്ററിന് താഴെ ആയിരിക്കണം. അതുകൊണ്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇൻ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് CSSD may be framed in the lower floor right under the OT. കിട്ടിയോ? ക്ലിയർ ആയോ? എന്തുകൊണ്ടാ? പെട്ടെന്ന് എക്യുപ്മെന്റ്സ് എത്തിക്കാം. പെർപെൻഡിക്കുലർ മൂവ്മെന്റ് കണ്ട് ഇവിടെ നേരെ ഇങ്ങോട്ട് മുകളിലേക്ക് വന്നാൽ മതി അല്ലേ? പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി സ്വിഫ്റ്റ് പോസിബിൾ. പെട്ടെന്ന് സാധ്യമായ ഏറ്റവും പെട്ടെന്ന് മെറ്റീരിയൽസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഡിസൈനിങ് അതിനെ നമുക്ക് 3 സെക്ഷനായിട്ട് അവിടെ തിരിച്ചേക്കണം. നോക്കിയേ, ജനറൽ CSSD ഡിസൈൻ കോൺസെപ്റ്റ് ഏതാ പറഞ്ഞേക്കുന്നത്? സോയിൽ. 3 സോണുകൾ ഉണ്ട് കേട്ടോ. അതൊന്ന് നോക്കി വെച്ചേക്ക. 3 സോണുകളാണുള്ളത്. എനിക്ക് സോയിൽഡ് സോൺ. സോയിൽഡ് എന്ന് പറഞ്ഞെന്താ? മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉള്ളത്. സോയിൽഡ് സോൺ എന്താ? മലിനമായിട്ടുള്ള എക്യുപ്മെന്റ് ഉള്ള സോണ്. പിന്നെ അടുത്തത് എന്താ? ക്ലീൻ സോണ്. ക്ലീൻ ആയിട്ടുള്ള സോൺ ഉണ്ട്. പിന്നെ അടുത്ത മൂന്നാമത്തെയാണ് സ്റ്റെറൈൽ സോണ്. 3 സോണുകൾ ഏതൊക്കെയാണ്? സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. കിട്ടിയോ? 3 സോണുകൾ ഏതാണെന്ന് മനസ്സിൽ പറഞ്ഞേ. സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. ഇനി നോക്കി, ഇവർക്കുടെ ഇടയിൽ ആ ഒരു സാധനം ഉണ്ടല്ലോ. എന്താ അവിടെ എഴുതി വെച്ചേക്കുന്നത്? ഈ ഓരോ സോണുകൾക്കും ഇടയിൽ എന്താണ്? ബാരിയേഴ്സ്, ഒരു തടസ്സമുണ്ട്. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? അതിന്റെ ഇടയിൽ ഒരു തടസ്സമുണ്ട്, ഒരു ബാരിയർ ഉണ്ട്. കണ്ടോ? ഇപ്പൊ സോയിൽഡ് സോണും ക്ലീൻ സോണും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ? മലിനമായിട്ടുള്ളത് ക്ലീൻ സോണും കൂടി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ആ ക്ലീൻ ചെയ്ത് വീണ്ടും മലിനമാകാൻ ചാൻസ് ഇല്ലേ? സോൾഡ് സോണുമായിട്ട് മിങ്കിൾ ചെയ്ത് കിടക്കുവാണെങ്കിൽ അല്ലെ, യോജിച്ച് കിടക്കുവാണെങ്കിൽ എന്താ? വീണ്ടും ക്ലീൻ ചെയ്തത് വീണ്ടും കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ്? ഇതിന്റെ ഇടയിൽ എന്താണ്? ഒരു ബാരിയർ ഉണ്ട്. അത്രയും കാര്യം മനസ്സിലായോ? 3 സോണുകള്, ആ 3 സോണുകൾക്കിടെ ഇടയിലും ഒരു തടസ്സമുണ്ട്, ബാരിയർ ഉണ്ട്. അത്രയും ക്ലിയർ ആയോ? ഓക്കെ ആണ് അല്ലെ? ഇനി ഇത് തന്നെയാണ് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, the material or item from taint. Taint എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? taint എന്തായിരുന്നു? contaminated, മലിനമായ. ഇതാണ് മീനിങ്. taint എന്ന് പറഞ്ഞാൽ contaminated അല്ലെങ്കിൽ മലിനമായിട്ടുള്ളത്. The material or item from the taint and germ-free area should not get mixed. അത് മിക്സ് ചെയ്യാൻ പാടില്ല എന്ന്. germ-free ഏരിയയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയയും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? മിക്സ് ചെയ്യാൻ പാടില്ല, കൂട്ടിക്കലരാൻ പാടില്ല. കൂടിക്കലരാൻ പാടില്ല. should not get mixed. There should be physical fencing between soiled, ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺ. അതിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ഫിസിക്കൽ ഫെൻസിങ്. ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ബാരിയർ തന്നെയാണ് കേട്ടോ. ഒരു തടസ്സം ഉണ്ട് അതിന്റെ ഇടയില്. ഏതിനൊക്കെ ഇടയിലാ? സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. ഈ 3 സോണുകളുടെയും ഇടയില് എന്തുണ്ട്? ഒരു ബാരിയർ അല്ലെങ്കിൽ ഫെൻസിങ്, ഒരു തടസ്സം ഉണ്ട് അവിടെ. So that എന്തിനാ? the risk of the cross infection spread is reduced. എന്തിനാ അങ്ങനെ തടസ്സം വെച്ചേക്കണേ? എന്താണ്? എന്തിനു വേണ്ടിയിട്ടാ? ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ അല്ലേ? ക്രോസ് ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞത് സ്പ്രെഡ് ചെയ്യുന്നതാണെന്ന്. ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിന്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 3 സോണുകളും തമ്മിൽ എന്തുണ്ട്? ഒരു ഫെൻസിങ്, ഫിസിക്കൽ ഫെൻസിങ് അല്ലെങ്കിൽ ബാരിയർ ഉണ്ട്. The floor ഇനി എങ്ങനെയായിരിക്കണം? ഫ്ലോർ ഇത് ചോദിക്കാം കേട്ടോ. CSSDയുടെ ഫ്ലോർ എങ്ങനെയായിരിക്കണം? തറ എങ്ങനെയായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം. നോൺ സ്കിഡ്. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്താ?
taint ആണ് കേട്ടോ, contaminated എന്നുള്ളത് കേട്ടോ. taint എന്നുള്ള വേർഡ് കണ്ടോ നിങ്ങള്, TAINTED. taint എന്ന് പറഞ്ഞാൽ contaminated എന്ന് തന്നെയാ മീനിങ്, മലിനമായ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മലിനമായ ഏരിയയും ജെം ഫ്രീ ആയിട്ടുള്ള ഏരിയയും മിക്സ് ചെയ്യാൻ പാടില്ല. അത് മിക്സ് ചെയ്യാതിരിക്കാൻ എന്താ അവിടെ ഉള്ള 3 സോണുകളുടെയും ഇടയില് ഒരു ബാരിയർ ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ഫെൻസിങ്, ഒരു തടസ്സമുണ്ട്. എന്തിനു വേണ്ടിയാ? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ, ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന റിസ്ക്, അപകടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 3 സോണുകളുടെയും ഇടയിൽ ബാരിയർ ഉണ്ട്. ഈ നോക്കിയേ, ആ ഫ്ലോർ എങ്ങനെ വേണം നോക്കിയേ. The floor should be എങ്ങനെയായിരിക്കും? സ്മൂത്ത് ആയിരിക്കണം കണ്ടോ, ഭയങ്കര ബലമുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ റഫ് ആയിട്ടിരിക്കാൻ പാടില്ല. അപ്പൊ ഫ്ലോർ എപ്പോഴും നല്ല സ്മൂത്ത് ആയിരിക്കണം. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കിഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തെന്നുക എന്നുള്ളത് അല്ലെ. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്താ? തെന്നി പോകാത്തതായിരിക്കണം, പിന്നെ വഴുവഴുപ്പുള്ളതൊന്നും ആവാൻ പാടില്ല, സ്മൂത്ത് ആയിരിക്കണം, നോൺ സ്കിഡ് ആയിരിക്കണം, ആൻഡ് പവർഫുൾ. എന്താ? നല്ല പവർഫുൾ, നല്ല ബലമുള്ളതായിരിക്കണം. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. The CSST floor should be smooth, non-skid and powerful. Clear ആയോ? ഫ്ലോർ എങ്ങനെയായിരിക്കണം? സ്മൂത്ത് ആണ്, നോൺ സ്കിഡ്, തെന്നി പോകാത്തതാണ്, നല്ല ബലമുള്ളതാണ്. The clean area should be sustained. Sustained എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. The clean area should be sustained. എങ്ങനെ നിലനിർത്തുക? പോസിറ്റീവ് പ്രഷർ, ഒരു പോസിറ്റീവ് പ്രവർത്തനം എപ്പോഴും അവിടെ നിലനിർത്തണം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്താണല്ലേ, ഒരു മലിനമായിട്ടുള്ള ഒരു അന്തരീക്ഷമോ കാര്യങ്ങളോ ഒന്നും അവിടെ പാടില്ല. എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, ജെം ഫ്രീ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ നിലനിർത്തണം. The area of work should be made. ഇത് നോക്കിയാൽ ഏരിയ എന്താ? മാർബിൾ കൊണ്ട് ഉണ്ടാക്കാം, ഗ്രാനൈറ്റ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടോ നമുക്ക് വർക്ക് ഏരിയ നിർമ്മിക്കാൻ പറ്റും. The sterilization must be arranged for. ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് ഓട്ടോക്ലേവിംഗ്. നമ്മൾ കുറച്ചൊന്ന് പഠിച്ചായിരുന്നല്ലേ, ഓട്ടോക്ലേവ് പഠിച്ചിട്ട് ഓപ്പറേഷൻ ടീച്ചർ പറഞ്ഞപ്പോ ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെറിലൈസേഷൻ ചെയ്യാനുള്ള ഒരു മെഷീനാണ് കേട്ടോ ഓട്ടോക്ലേവ്. ഇവിടെ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഈ ചാപ്റ്ററിൽ തന്നെ ഓട്ടോക്ലേവിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ പറയാം. ഇത്രയും ഒന്ന് മനസ്സിലാക്കുക. ഇൻസ്ട്രുമെന്റ്സുകള്, നമ്മള് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അതിൽ എന്ത് വഴിയാ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന? സ്റ്റീം വഴി. കണ്ടോ? ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം. സ്റ്റീം വഴിയാണ് ഓട്ടോക്ലേവിന് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. നമ്മൾ പ്രഷർ കുക്കർ പോലെയൊക്കെ പല ടൈപ്പ് ഓട്ടോക്ലേവ് ഉണ്ട്. അത് വെച്ച് ബേസിക് ആയിട്ട് നമ്മൾ കുക്കർ പോലെയൊക്കെ ഇരിക്കും. അപ്പൊ അതിനകത്ത് ആ സ്റ്റീം വഴി, നീരാവി വഴിയാണ് അവിടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. 121 ഡിഗ്രി സെൽഷ്യസിൽ. അതും പഠിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ബോയിൽ ചെയ്യാൻ, വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി പോലെ അല്ലെ. ഇത് 121 ഡിഗ്രിയിലാണ് ആ ഓട്ടോക്ലേവില് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതാണ്? ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഇനി ചില എക്യുപ്മെന്റ്സുകള്, അതായത് നമുക്ക് കത്തീറ്റർ ഒക്കെ ഇല്ലേ, ഈ പ്ലാസ്റ്റിക് ട്യൂബുകളൊക്കെ, എൻഡോസ്കോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ സ്റ്റീം വഴി ചെയ്യാൻ പറ്റുമോ? സ്റ്റീം വഴി ആ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ, ചെറിയ ട്യൂബുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് ഉരുകി പോയില്ലേ അല്ലേ? അപ്പൊ അത് ഓട്ടോക്ലേവിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഏതാണ്? ഗ്യാസ് വഴിയാണ്. ഗ്യാസ് സ്റ്റെറിലൈസേഷനാണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെറിലൈസേഷൻ നമുക്ക് 2 രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഏതാണ്? സ്റ്റീം വഴിയും ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് വഴിയും ചെയ്യാം. ക്ലിയർ ആയോ നോക്കിയാ? അപ്പൊ ആ ഒരു പാരഗ്രാഫ് എന്താ പറഞ്ഞേക്കുന്നേ? മെറ്റീരിയൽ അല്ലെങ്കിൽ ഐറ്റം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതും ജെം ഫ്രീ ആയിട്ടുള്ള ഏരിയയും തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ആ 3 സോണുകളുടെയും ഇടയിൽ ഒരു ബാരിയർ ഉണ്ടായിരിക്കണം. പിന്നെ അവിടുത്തെ ഫ്ലോർ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കണം, തെന്നി പോകാത്തതായിരിക്കണം, ശക്തി നല്ല പവർഫുൾ ആയിരിക്കണം. പിന്നെ അടുത്തത് എപ്പോഴും നമ്മൾ ആ ക്ലീൻ ഏരിയയിൽ ഒരു പോസിറ്റീവ് പ്രഷർ നിലനിർത്തണം. പിന്നെ വർക്ക് ഏരിയ എങ്ങനെയായിരിക്കണം? അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. മാർബിളോ ഗ്രാനൈറ്റോ സ്റ്റെയിൻലെസ് സ്റ്റീലോ വഴി ചെയ്യാൻ പറ്റും. വർക്ക് ഏരിയ അങ്ങനെ ആയിരിക്കണം, അത് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കണം. പിന്നെ സ്റ്റെറിലൈസേഷൻ നമ്മൾ 2 തരത്തിലാണ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റീം വഴി സ്റ്റെറിലൈസ്
ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് വഴിയും ചെയ്യാം. സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞത് ഓട്ടോക്ലേവ് ഒരു മെഷീനാണ്. എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. ഇനി ചില പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങൾ, എൻഡോസ്കോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് ഉരുകി പോകും. അപ്പൊ അങ്ങനെയുള്ളത് ഏത് വഴിയാ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. അതിന്റെ രണ്ടിന്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത പേജിൽ വരുന്നുണ്ട്. അടുത്തതല്ല, പിന്നത്തെ പേജിൽ. അപ്പൊ അന്നേരം ഡീറ്റെയിൽ പറയാം. ആ പാരഗ്രാഫ് ക്ലിയർ ആയോ നോക്കി എല്ലാവരും? പ്ലാനിങ് ഓഫ് CSST ക്ലിയർ ആണ്. ഇനി വർക്ക് ഫ്ലോ ആണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോ ആ ഒരു ഇതിങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ തരാം. എന്നിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു ചോദിക്കാം. ഓർഡർ തെറ്റിച്ച് തരാം. എന്നിട്ട് കറക്റ്റ് വർക്ക് ഫ്ലോ ഏതാന്ന് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു വർക്ക് ഫ്ലോ ഓഫ് CSST അങ്ങനെ ചോദിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം എന്നുള്ളത് ആദ്യം മനസ്സിൽ കാണണം. എന്നിട്ട് അതിനനുസരിച്ച് പഠിക്കണം. മനസ്സിലായോ? ഇതിനകത്ത് ഏതാണ് കറക്റ്റ്, ഏതാണ് വർക്ക് ഫ്ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് CSSTയുടെ വർക്ക് ഫ്ലോയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കറക്റ്റ് ഏതാണെന്ന് ചോദിക്കാം. ഫസ്റ്റ് ആ ഓർഡർ ഒന്ന് നോക്കി നിങ്ങൾ ഓർഡർ അതുപോലെ തന്നെ നോട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഏരിയ ഈ എക്യുപ്മെന്റ്സ് റിസീവ് ചെയ്യുന്ന ഏരിയ, റെസിപ്റ്റ് വാങ്ങുന്നു. ഇതാണ് ഒന്നാമത്തെ. റെസീപ്റ്റ് വാങ്ങുക, റിസീവ് ചെയ്യുന്ന റിസീവ് ചെയ്യുന്നു. ഇനി അടുത്ത എന്ത് ചെയ്യുന്നു? റിൻസിങ്. റിൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മൾ റിൻസ് ചെയ്യാറില്ലേ? എന്താ റിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ? റിൻസിങ്. നമ്മൾ കുപ്പിയൊക്കെ റിൻസ് ചെയ്യാറുണ്ടല്ലോ. എന്താ ഇങ്ങനെ കുലുക്കി കുലുക്കി കളയൂലേ? വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി കളയും. റിൻസ് ഒന്ന് ഇങ്ങനെ റിൻസ് ചെയ്യും, ഒന്ന് ചുറ്റിക്കും അല്ലെ? എല്ലാ ഭാഗത്തും. കുലുക്കുക, ശരിയാണ്. കുലുക്കി കുലുക്കിയൊക്കെ കളയും. അടുത്തത് ഇനി അടുത്ത എന്ത് ചെയ്യുന്നു? അത് ക്ലീൻ ചെയ്യുന്നു. കുറച്ചും കൂടിയും നമ്മൾ വൃത്തിയാക്കുന്നു. ടാപ്പിലൊക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിലൊക്കെ പറയണ്ട് കേട്ടോ. ഡീറ്റെയിൽ പഠിക്കാണ്ട്. എന്താ പറയാ? ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ആ എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? ഡ്രൈയിങ്, അത് ഉണങ്ങാൻ അനുവദിക്കുന്നു. ഉണങ്ങാൻ അനുവദിക്കുന്നു. ഇനി എന്നിട്ട് എന്താണ്? ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്. എന്നിട്ട് ആ എക്യുപ്മെന്റ്സ് ഏതെങ്കിലും ഇല്ലാത്തതുണ്ടോ, വളഞ്ഞു പോയതുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യും അവര്. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഈ ട്രേയിൽ, ഇങ്ങനത്തെ ഒരു ട്രേ ഉണ്ട്, ആ ട്രേയിലേക്ക് ഇങ്ങനെ വെക്കും. മനസ്സിലായോ? ട്രേയിലേക്ക് അസംബിൾ ചെയ്യും. എന്നിട്ട് ഡ്രൈ ചെയ്തിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അത് അവർ ഒന്നുകൂടി പരിശോധിക്കും. അതിലെന്തെങ്കിലും തെറ്റായിട്ടുള്ളത്, വളഞ്ഞു പോയതോ ഇനി ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ വെറുതെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ? എന്നിട്ട് അങ്ങനെയുള്ളതൊക്കെ അവർ മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു? ട്രേ അസംബ്ലിങ്, ട്രേയിലേക്ക് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷൻ. എന്നിട്ട് നേരെ സ്റ്റെറിലൈസേഷനിലേക്ക് പോകും. എന്താ ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ ചെയ്യും. എന്നിട്ട് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ്? ലേബലിംഗ് ചെയ്യുന്നത്. ഈ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് അതൊക്കെ കാണിക്കുന്ന, എത്ര നാളത്തേക്ക് അതിൻ്റെ ഇതുണ്ട് എന്നൊക്കെ കാണിക്കുന്ന ലേബലിംഗ് ചെയ്യും. എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്. ആ ഡേറ്റ് ഒക്കെ ലേബൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് സ്റ്റോർ ചെയ്യും. സ്റ്റോറേജ്. നെക്സ്റ്റ് സ്റ്റോറേജ്. എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്തിട്ട് താൽക്കാലികമായിട്ട് CSST തന്നെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അതാണ് വർക്ക് ഫ്ലോ. ഇത്രയാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ. റിസീപ്റ്റ്, റിൻസിങ്, ക്ലീനിങ്, drying, checking and tray assembling, sterilization, labeling, storage, issue and distribution. Clear ആയോ? വേറെ ഒന്നുമില്ല. അതിന്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങളൊന്ന് മനസ്സിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടോ. ഓർഡർ ഇല്ല, ഓരോന്ന് കഴിഞ്ഞിട്ട് ഏതാണെന്നുള്ളതൊന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് ഓർഗാനോഗ്രാം ആണ്. ഇതും ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു CSST? ഈ CSSTയുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓർഗാനോഗ്രാം ഏതാണ്? ഓർഗാനോഗ്രാം എന്ന് കേട്ടിട്ടുണ്ടോ? ഓർഗാനോഗ്രാം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അങ്ങനെ ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ?
ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്, ഒരു ഡയഗ്രമാണ്. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഡയഗ്രമാണ്. എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള റിലേഷൻഷിപ്പ് ആളുകൾ തമ്മിലോ അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ ഒക്കെ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ജോലികൾ തമ്മിലോ ഒക്കെ ഒരു റിലേഷൻഷിപ്പ്, ഒരു പല ലെവലിലുള്ള ഒരു ഓർഗനൈസേഷന്റെ പല തലങ്ങളിലുള്ള അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം, അതാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. എന്താണെന്നൊന്നും ചോദിക്കൂല കേട്ടോ. എന്താണ്? റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഓർഗനൈസേഷന്റെ ഉള്ളിലെ ആളുകൾ തമ്മിലാവാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലാവാം, ഇവരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം. ക്ലിയർ ആയോ? എന്താണ് ഓർഗാനോഗ്രാം എന്ന്? ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡയഗ്രം. അത്ര ഓർത്ത് വയ്ക്കാലോ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള റിലേഷൻ ആവാം, അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അതൊക്കെ കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം. ക്ലിയർ ആയോ? എന്താണ് ഓർഗാനോഗ്രാം എന്ന്? ഇനി നോക്കിയേ, അവിടെ നോക്കി അതിന്റെ കറക്റ്റ് ഏറ്റവും ടോപ്പിൽ വരുന്ന ആളാട്ടോ ഈ CSST ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് CSST ഇൻചാർജ് ഓർ മാനേജർ. ഇൻചാർജ് അത് ആരാ? CSST ഇൻചാർജ് ആരാ? മാനേജർ. കണ്ടോ, ഏറ്റവും ടോപ്പിൽ ആരാ അവിടെ ഇരിക്കുന്നത്? മാനേജർ ആണ്. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് CSST ടെക്നീഷ്യൻ. CSST ടെക്നീഷ്യൻ തൊട്ട് താഴെ. അതിന്റെ താഴെ CSST അസിസ്റ്റന്റ്. അപ്പൊ ടെക്നീഷ്യന്റെ താഴെ ആരെ കിടക്കുന്നേ? CSST അസിസ്റ്റന്റ് ആണ് വരുന്നത്. അതിന്റെ താഴെ ക്ലർക്സ് ഓർ സ്റ്റോർ കീപ്പർ. കീപ്പർ PER ആട്ടോ കീപ്പർ എന്നുള്ളത്. ഒന്ന് ശരിയാക്കിയേ. ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ KEEPER. അത് അടുത്തത് ഏറ്റവും താഴെ വരുന്ന ആരാണ്? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഹൗസ് കീപ്പിംഗും നമുക്ക് പഠിക്കാറുണ്ട് കേട്ടോ. ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കാണ്ട് ക്ലീനിങ് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന, അല്ല വൃത്തിയാക്കലൊക്കെ അതൊക്കെയാണ്. ബെഡ്ഷീറ്റ് സംഭവങ്ങളൊക്കെ വൃത്തിയാക്കുക, അടിച്ചു വാരുക, അല്ലെ, ഒരു ക്ലീനിങ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുന്നു, ഡെയിലി ക്ലീനിങ്, ഇതൊക്കെ വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് സർവീസ്. അവിടത്തെ സ്റ്റാഫാണ്. ഇതാണ് ആ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഇതുപോലെ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, അതിന്റെ ഓർഡർ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഏറ്റവും ടോപ്പില് മാനേജർ, അതിന്റെ തൊട്ട് താഴെ CSST ടെക്നീഷ്യൻ, അതിന്റെ തൊട്ട് താഴെ CSST അസിസ്റ്റന്റ്, അതിന്റെ തൊട്ട് താഴെ വരുന്ന ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർമാര്, ഏറ്റവും താഴെ വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ എ നമുക്ക് വേണമെങ്കിൽ മാനേജർ എന്നിട്ട് CSST അസിസ്റ്റന്റ് തരാം, എന്നിട്ട് വേണമെങ്കിൽ CSST ടെക്നീഷ്യൻ തരാം, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പില് CSST ടെക്നീഷ്യൻ തന്നിട്ട് അതിന്റെ താഴെ മാനേജർ വരാം. നിങ്ങൾക്ക് ഓർഡർ ഒന്ന് കറക്റ്റ് ചെയ്യാൻ അറിഞ്ഞൂടെ? കിട്ടൂലേ? അതൊന്ന് നോക്കി വെച്ചാ വേറെ ഒന്നും ഇല്ല കേട്ടോ. അത് ആ ഓർഗാനോഗ്രാം കറക്റ്റ് ഏതാണെന്ന് ചോദിക്കുള്ളൂ അതിന്. അപ്പൊ ഓർഡർ നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. വേറെ ഒന്നുമില്ല. ഇനി അടുത്ത് വരുന്ന ഒരു ഫങ്ഷണൽ ഏരിയ ആണ്. ഏതൊക്കെയാണ് ഏരിയ മാത്രം നമുക്ക് നിർത്താം കേട്ടോ. CSSTയുടെ ഫങ്ഷണൽ ഏരിയ, പ്രവർത്തന ഏരിയകള് കണ്ടോ. ഇതാണ് നമ്മൾ ഒറ്റ അടിക്കങ്ങട് അല്ലെങ്കിൽ ഒരു ഇതിനും കൊണ്ട് നമ്മൾ തീരുന്ന സംഭവമല്ല CSSTയില് അവിടെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ പല പല സെക്ഷനുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഫങ്ഷണൽ ഏരിയ എന്ന്. അത് ചോദിക്കാം കേട്ടോ. CSSTയില് എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട്? 6 ഫങ്ഷണൽ ഏരിയ ഉണ്ട്. 6 ഫങ്ഷണൽ ഏരിയ. How many functional areas at CSST? എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട്? How many? 6 ഫങ്ഷണൽ ഏരിയാസ്. ഏതൊക്കെയാണ് ആ പേര്? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ പഠിക്കണം കേട്ടോ. 6 ഫങ്ഷണൽ ഏരിയ, അതിന്റെ ഓർഡർ. ഇപ്പൊ ഇതിനകത്ത് എക്സാമിന് ഇതിന് എങ്ങനെ ചോദിക്കാന്ന് പറയട്ടെ. ഇപ്പൊ ഇതിനകത്ത് റിസീവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങോട്ടാ പോകുന്നേ, അല്ലെങ്കിൽ ക്ലീനിങ് ഏരിയ കഴിഞ്ഞിട്ട് അതിന് ഏതാ പോകുന്നേ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിന്റെയും ഓർഡർ കറക്റ്റ് ആക്കി പഠിച്ചു വെക്കണം. അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഏരിയ ആണ് റിസീവിംഗ് ഏരിയ. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് സ്വീകരിക്കുന്ന ഏരിയ ഏതാണ്? റിസീവിംഗ് ഏരിയ. കിട്ടിയോ? ഒന്നാമത്തെ ഏരിയ ഏതാ? റിസീവിംഗ് ഏരിയ. മറക്കുമല്ലോ. രണ്ടാമത്തെ, ഇനി റിസീവ് ചെയ്തിട്ട് അവർ എന്താ ചെയ്യുന്നത്? ക്ലീനിങ് ചെയ്യും. ക്ലീനിങ് ഏരിയ. ഓക്കെ. മൂന്നാമത്തെ അവര് പാക്ക് ചെയ്യും. ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ, പാക്ക് ചെയ്യും. എന്തിനായിരിക്കും അങ്ങനെ പാക്ക് ചെയ്യുന്നത്?
സ്റ്റെറിലൈസേഷന് മുന്നാണ് പാക്കിംഗ് അവിടെ കിടക്കണേ. എന്തിനാ? അതായത് പാക്ക് ചെയ്തിട്ട് ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ഈ സ്റ്റെറിലൈസേഷൻ ചെയ്താണ് വീണ്ടുമാക്കിയിട്ട് നമ്മൾ വീണ്ടും ആ എക്യുപ്മെന്റ്സ് പാക്ക് ചെയ്യാതെ നമ്മൾ കൈ കൊണ്ട് വീണ്ടും എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും അതിലേക്ക് എന്താ കണ്ടാമിനേഷൻ ആവൂലേ, മലിനമാകൂലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ, നല്ല നീറ്റായിട്ട് അവര് നല്ല കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് എന്താ കൂടി അവര് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്താ പറയാ, പിന്നെ നമ്മൾ ഡയറക്റ്റ് ആ എക്യുപ്മെന്റിലേക്ക് കൈ പിടിക്കണ്ടല്ലോ, പിന്നെ നമ്മൾ ആ പാക്ക് സഹിതം ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റെറിലൈസേഷന് മുന്നേ പാക്കിംഗ് ചെയ്യുന്നത്. അവിടെ ഡീറ്റെയിൽ വരുന്നുണ്ട് കേട്ടോ, ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. പാക്കിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന സ്റ്റെറിലൈസേഷൻ ഏരിയ ആണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? അത് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോറേജ് ഏരിയ CSSD തന്നെ സ്റ്റോർ ചെയ്യും, താൽക്കാലികമായിട്ട് വെക്കും. അപ്പപ്പോ ഈ സ്റ്റെറിലൈസ് ചെയ്ത് അപ്പപ്പോ അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്. അവിടെ താൽക്കാലികമായിട്ട് അവിടുത്തെ ഷെൽഫുകളിൽ സ്റ്റോർ ചെയ്തിട്ടാണ് ആവശ്യാനുസരണം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും പഠിക്കാനുണ്ട്, പല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ അതിനകത്ത്. ഇത്രയും നിങ്ങൾ ഇന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് CSSD-യില് 6 ഫങ്ഷണൽ ഏരിയ ആണ്. അതിന്റെ ഓർഡർ അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരാൻ പാടില്ലേ? ഞാൻ ചോദിക്കാം. ഓർഡർ കേട്ടോ, ഏതാണ്? റിസീവിംഗ് ഏരിയ ഉണ്ട്, ക്ലീനിങ് ഏരിയ ഉണ്ട്, നെക്സ്റ്റ് അത് കഴിഞ്ഞ് പാക്കിംഗ് ഏരിയ ഉണ്ട്, അടുത്ത സ്റ്റെറിലൈസേഷൻ ഏരിയ ഉണ്ട്, സ്റ്റോറേജ് ഏരിയ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ഉണ്ട്. ക്ലിയർ ആയോ? ഓർഡർ കിട്ടിയോ? ഒന്ന് മനസ്സിലൊന്ന് വേഗം പറഞ്ഞു നോക്കിയേ. ആദ്യം റിസീവ് ചെയ്യും, എന്നിട്ട് അവര് ക്ലീൻ ചെയ്യും, എന്നിട്ട് അത് പാക്ക് ചെയ്യും, പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യും, എന്നിട്ട് അത് സ്റ്റോർ ചെയ്യും, എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. എല്ലാവർക്കും കിട്ടിയോ? നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും കിട്ടിയോ? നിഷാദ്, എന്താ? കൃഷ്ണേന്ദു, മേഘ, അഭിനവ് ഒക്കെ ഡോണ, ഇസ്മ, എല്ലാവരും കമ്പിട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ. 6 ഫങ്ഷണൽ ഏരിയ, അതിന്റെ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓർഡർ നമ്മൾ ഓർഡർ തെറ്റിപ്പോരുത്. അത് കറക്റ്റ് ആ ഒരു രീതിയിലാണ് ഇങ്ങനെ പോകുന്നത്. ക്ലിയർ ആയില്ലേ? എന്നാൽ ഇത്രയും കേട്ടോ. ബാക്കി നമുക്ക് ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ട്യൂസ്ഡേ അല്ലേ, ട്യൂസ്ഡേ നോക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ. വേറെ ഒന്നും സംശയമൊന്നുമില്ലല്ലോ? എന്നിട്ട് അത്രയും എല്ലാവർക്കും ഓക്കെ അല്ലേ? ഫങ്ഷണൽ ഏരിയ പറഞ്ഞു, പിന്നെ ഓർഗാനോഗ്രാം അതിന്റെ ഓർഡർ നോക്കണം, പിന്നെ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മള് ഒരു ആരോ മാർക്ക് ഇട്ട് നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഓർഡർ നോക്കണം. പിന്നെ പ്ലാനിങ് CSSD-യുടെ ആ 3 സോണുകള്, അത് പിന്നെ ഡയഗ്രാം നമ്മുടെ ജനറൽ CSSD ഡിസൈനില് 3 സോണുകള്, അതിന്റെ ഇടയ്ക്ക് ഓരോ ബാരിയർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. പിന്നെ എന്താണ് CSSD എന്ന് പറഞ്ഞു, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ട്യൂസ്ഡേ എല്ലാവർക്കും ക്ലാസ് ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഫോളോ ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവായികയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. മെസ്സേജ് ഇട്ട് ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ അല്ല അങ്ങനെയാണെങ്കിലും അപ്പൊ തന്നെ ചോദിക്കാം. അത് ക്ലിയർ ആക്കി പോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സ്പീഡ് കൂടുതലുണ്ടോ? ഇത്രയെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു 2.5 പേജോളം നമുക്ക് തീർക്കാനാണ്. നിങ്ങൾ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പോർഷൻസ് തീർക്കാൻ പറ്റുള്ളൂ. മാക്സിമം 3 പേജ് അത്രയെങ്കിലും നമ്മൾ ഒരു ദിവസം നോക്കി വെക്കണം, എങ്കിലാണ് നമുക്കത് തീരുള്ളൂ. ഓക്കെ, വേറെ ഒന്നുമില്ല. എന്നാ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.